2026 വിഷു വർഷഫലം. ഭരണി നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷു എന്ന് പറയുന്നത് പൊതുവില് നക്ഷത്രക്കാർക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് ശനി അവർക്ക് ദോഷപ്രദനായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഈശ്വരാരാധനകളൊക്കെ നല്ലതുപോലെ ചെയ്യുകയും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒരു പരിധി വരെ ചെയ്തു തീർക്കാനായിട്ട് ഈ വർഷം സാധ്യമാകുന്നതാണ്. കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്തും ഒക്കെ പുതിയ ഉണർവും പുത്തൻ ഉണർവും അതുപോലെ തന്നെ ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. സർക്കാർ ഭരണാധികാരികളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സർക്കാരിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്, മധ്യപ്രായത്തിൽ ചെന്നവർക്ക് ആരോഗ്യ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുമൊക്കെ മാറി അല്പം ഒരു ആശ്വാസം, ഒരു രോഗത്തിനൊക്കെ ഒരു ശമനമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ജ്വരാദി രോഗങ്ങൾ പിടിപെടാനോ അങ്ങനെയുള്ള അസുഖങ്ങൾ, വീഴ്ച, പതനം ഇതൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പൊതുവെ നിങ്ങളൊന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നതും എല്ലാ കാര്യത്തിലും ഒന്ന് വിജിലൻ്റ് ആയിരിക്കുന്നതും, ഒരു യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈശ്വരാധീനവും ദൈവാധീനവും മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് യാത്ര തുടരുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും. അൾസർ പോലെയുള്ള രോഗങ്ങളൊക്കെ, ഉദര രോഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. അതുണ്ടാകാതിരിക്കാനായിട്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുന്നതും ഒക്കെ നന്നായിരിക്കും. ഈ ഒരു വിഷു വർഷക്കാലത്തിൽ അവിചാരിതമായിട്ട് ചില മേഖലകളിൽ നിന്ന് ആദായമൊക്കെ വന്ന് ചേരുന്നതാണ്. പൊതുവെ പങ്കാളികളുമായിട്ട് അവരവരുടേതല്ലാത്ത കാര്യങ്ങളുമായിട്ട് ചില വാക്കുതർക്കങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടാകാം. വസ്തുവിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന്, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിൽ നിന്ന്, ഭർത്താവാണെങ്കിൽ ഭാര്യയിൽ നിന്നൊക്കെ അവരുടെ വസ്തുവിൽ നിന്നൊക്കെ ആദായം പ്രതീക്ഷിക്കാം. വസ്തു ക്രയവിക്രയം ചെയ്ത് അതിൽ നിന്ന് ആദായമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വർഷമധ്യത്തോടു കൂടി നിങ്ങൾക്ക് കൂടുതലായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധ്യമാകുന്നതാണ്. മനസ്സുഖം, കുടുംബത്തിലെ അസ്വസ്ഥതകളെ, കലഹങ്ങളൊക്കെ മാറി മനസ്സുഖം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പുതിയ തൊഴിലുകളിലൊക്കെ ഏർപ്പെടാൻ കഴിയുന്നതാണ്. ഗുരുജനങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന്, അതായത് നമ്മുടെ ഗുരുജനങ്ങളായിട്ടുള്ള മാതാപിതാക്കന്മാരിൽ നിന്നുമൊക്കെ അംഗീകാരവും സന്തോഷവും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വർഷത്തിൽ. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് അലസത, മടി ഇവയൊക്കെ വന്നു ഭവിക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സരസ്വതി മന്ത്രവും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും ഒക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്, മാതാപിതാക്കൾ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതൊക്കെ നന്നായിരിക്കും. അവരുടെ പഠനമൊക്കെ ഒന്ന് ഉയർച്ചയിലേക്ക് എത്താനായിട്ട്. പരിഹാരമായിട്ട് കുടുംബ പരദേവതയ്ക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും, കുടുംബ പരദേവതയെ വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ദർശിക്കുന്നതും, നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ മഹാദേവന് ധാര നടത്തുന്നതും ഈ ഒരു ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്.